കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുൻ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ പദ്ധതികളുടെ പേര് മാറ്റി തുക വകമാറ്റിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് എംഎൽഎ ഡോക്ടർ മാത്യു കുഴൽനാടൻ. UDF പിണ്ടിമന മണ്ഡലം കമ്മിറ്റി മുത്തംകുഴി കവലയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുൻ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ പദ്ധതികളുടെ പേര് മാറ്റിയതും തുക വകമാറ്റി ചിലവഴിച്ചത് വഴിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചതെന്ന് എംഎൽഎ ഡോക്ടർ മാത്യു കുഴൽനാടൻ. ഗ്രാമീണ മേഖലയിലൂടെ ചെറുകിട വികസനവും പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പുതിയ വീടുകളുടെ നിർമ്മാണവും വീട് മെയിന്റനൻസും നിലച്ചതിൽ പ്രതിഷേധിച്ചും അച്ഛൻ മകൾ ബന്ധത്തിലൂടെ വീണ വിജയന്റെ സ്വത്ത് സമ്പാദനത്തിൽ പ്രതിഷേധിച്ചും UDF പിണ്ടിമന മണ്ഡലം കമ്മിറ്റി മുത്തംകുഴി കവലയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അത് 6 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ്. ഞാൻ വെറുതെ ഈ സായം സന്ധ്യയിൽ വന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞു മടങ്ങി പോകുന്നതല്ല. കഴിഞ്ഞ ബഡ്ജറ്റില് ഈ സർക്കാർ തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ബഡ്ജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് 6 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം. എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരിന് ഇവിടുന്ന് സർക്കാർ എഴുതുന്ന കത്ത് ഞാൻ നിസ്സംശയം നിങ്ങളോട് പറയാൻ കഴിയും. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുള്ള കത്തുകളിൽ മഹാഭൂരിപക്ഷം കത്തുകളും ഒന്നുകിൽ ഞങ്ങൾക്ക് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ച് തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭൂരിപക്ഷം കത്തുകളും. അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റുകൾ എന്തെങ്കിലും ഞങ്ങൾക്ക് അമിതം കൂടുതലായി അനുവദിക്കണം, ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഗ്രാമീണ മേഖലയിലെ കോടിക്കണക്കിന് വരുന്ന ജനതയുടെ പരിരക്ഷയും വികസനവും കരുതലും മുന്നിൽ കണ്ട് കേന്ദ്ര കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിയ ഗ്രാമസ്വരാജ് 11 പദ്ധതിയുടെ പേര് ഇടത് സർക്കാർ ജനകീയ ആസൂത്രണം എന്നാക്കി. തുടങ്ങിയ പദ്ധതികളുടെ പേരിലാണ് കേന്ദ്ര ബജറ്റിൽ തുക അനുവദിക്കുന്നതും ഓഡിറ്റ് നടത്തുന്നതുമെന്ന് എംഎൽഎ മാത്യു കുഴൽനാടൻ പറഞ്ഞു. മണ്ഡലം ചെയർമാൻ മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമാപനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപിട്ടൻ ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, കേരള കോൺഗ്രസ് ജേക്കബ് ബ്ലോക്ക് പ്രസിഡന്റ് മാത്യു ജോസഫ്, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ M. എൽദോസ്, എബി എബ്രഹാം, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് KC സാജു, UDF നേതാക്കളായ നോബിൾ ജോസഫ്, ജെയ്സൺ ഡാനിയൽ, സണ്ണി വേളൂക്കര, പ്രിൻസ് വർക്കി, ജോളി വേട്ടമ്പാറ, ബിനോയ് പുളിനാട്ട്, ബേസിൽ തണ്ണിക്കോട്ട്, ജോസ് കൈതക്കൽ, ജോയി കവുങ്ങുംപിള്ളി, ഷൗക്കത്ത് അലി, സത്താർ വട്ടക്കുടി, ലൈജു പണിക്കർ, SM നാസർ, സേവി കൃഷ്ണൻ, സോവി കൃഷ്ണൻ, ബേസിൽ പഴുക്കുടി, സൈജു നച്ചേരി, ബഷീർ നടുവഞ്ചേരി, വിൽസൺ തോമസ്, വിൽസൺ കൊച്ചുപറമ്പി, എബി പോൾ, ജോളി സ്കറിയ, ലത ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,